നമസ്കാരം, ഞാൻ വിജയലക്ഷ്മി. മാവേലിക്കര ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ തെരഞ്ഞെടുപ്പ് ഈ വരുന്ന ഓഗസ്റ്റ് 14 ബുധനാഴ്ച രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെ നടക്കുകയാണല്ലോ. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാതൃകാ ബാലറ്റ് പേപ്പർ ഒന്ന് പരിചയപ്പെടുത്തുന്നതിനും വോട്ടെടുപ്പിന്റെ രീതികൾ എങ്ങനെയൊക്കെയാണെന്ന് പരിചയപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് ഇന്നിവിടെ ഈ ചെറു വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. മാതൃകാ ബാലറ്റ് നമുക്ക് ആദ്യമായി ഒന്ന് പരിചയപ്പെടാം. ആദ്യമായി ജനറൽ വിഭാഗത്തിൽ നമുക്ക് ആകെ ചെയ്യുവാനുള്ളത് 7 വോട്ടുകളാണ്. ക്രമനമ്പർ 1 മത്സരിക്കുന്ന കൃഷ്ണകുമാർ യു, ക്രമനമ്പർ 2 മത്സരിക്കുന്ന ഗിരീഷ് കുമാർ ബി, ക്രമനമ്പർ 3 മത്സരിക്കുന്ന പി ജയദേവൻ, ക്രമനമ്പർ 4 ജിബിമോൻ എസ്, ക്രമനമ്പർ 7 പ്രഫുൽ സമ്പത്ത്, ക്രമനമ്പർ 12 ഷാജഹാൻ എച്ച്, ക്രമനമ്പർ 14 സുനിൽകുമാർ കെ എന്നിവരാണ് നമ്മുടെ സ്ഥാനാർത്ഥികൾ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, നമുക്ക് ജനറൽ വിഭാഗത്തിൽ ആകെ ചെയ്യുവാനുള്ളത് 7 വോട്ടുകൾ മാത്രമാണ്. 7 പകരം 8 വോട്ടായാൽ പോലും ആ വിഭാഗം ആകെ അസാധുവാകുന്നതാണ്. അടുത്തതായി വനിതാ സംവരണ വിഭാഗമാണ്. ഈ വിഭാഗത്തിലേക്ക് ആകെ 2 വോട്ടുകൾ മാത്രമാണ് നമുക്ക് ചെയ്യുവാനുള്ളത്. ക്രമനമ്പർ 15 മത്സരിക്കുന്ന രാജി ആർ ശേഖർ, ക്രമനമ്പർ 16 മത്സരിക്കുന്ന വിജയലക്ഷ്മി എസ് എന്നിവരാണ് നമ്മുടെ സ്ഥാനാർത്ഥികൾ. അടുത്തതായി പട്ടികജാതി പട്ടികവർഗ സംവരണ വിഭാഗമാണ്. ഇതിലേക്കായി ക്രമനമ്പർ 20 മത്സരിക്കുന്ന എസ് ഷൈനിയാണ് നമ്മുടെ സ്ഥാനാർത്ഥി. ആകെ 1 വോട്ട് മാത്രമാണ് ഈ വിഭാഗത്തിലേക്ക് ഉള്ളത്. അടുത്തതായി 40 വയസ്സിന് താഴെയുള്ള പൊതുവിഭാഗമാണ്. ഇതിൽ ക്രമനമ്പർ 21 മത്സരിക്കുന്ന അരവിന്ദ് ആറാണ് നമ്മുടെ സ്ഥാനാർത്ഥി. 40 വയസ്സിന് താഴെയുള്ള വനിതാ വിഭാഗമാണ് അടുത്തത്. ക്രമനമ്പർ 23 മത്സരിക്കുന്ന ഷെഹിന ഹുസൈൻ എന്ന ഷെഹിന എസ് ആണ് നമ്മുടെ സ്ഥാനാർത്ഥി. ഇവിടെ ഒരു കാര്യം എടുത്തു പറയുവാനുള്ളത്, ഈ പേരിനോട് സാമ്യമുള്ള ഒരു സ്ഥാനാർത്ഥി മറ്റൊരു പാനലിൽ ഉള്ളതിനാൽ വളരെ ശ്രദ്ധയോടെ വേണം ക്രമനമ്പർ 23 വോട്ട് നമ്മൾ രേഖപ്പെടുത്തേണ്ടത്. അടുത്തതായി നിക്ഷേപ പ്രതിനിധി വിഭാഗമാണ്. ഇതിൽ നമ്മുടെ സ്ഥാനാർത്ഥി ക്രമനമ്പർ 25 മത്സരിക്കുന്ന രതീഷ് കുമാർ ആർ ആണ്. ക്രമനമ്പർ രേഖപ്പെടുത്തിയ സ്ലിപ്പ് എല്ലാ വോട്ടർമാർക്കും നൽകുന്നതാണ്. ഇത് ബൂത്തിൽ കൊണ്ടുപോയി നോക്കി വോട്ട് ചെയ്യാവുന്നതാണ്. ഫോട്ടോ പതിപ്പിച്ച സൊസൈറ്റിയുടെ തിരിച്ചറിയൽ കാർഡ് വോട്ട് ചെയ്യുന്നതിനായി കരുതേണ്ടതാണ്. ബാലറ്റ് പേപ്പറിൽ സ്ഥാനാർത്ഥികളുടെ പേരിന് നേരെയുള്ള കോളത്തിൽ പോളിംഗ് സ്റ്റിക്ക് ഉപയോഗിച്ച് മാത്രമേ വോട്ട് രേഖപ്പെടുത്താവൂ. പേനയോ മറ്റു മാർഗങ്ങളോ ഉപയോഗിച്ചാലും വോട്ട് അസാധുവാകുന്നതാണ്. മുദ്ര പതിപ്പിച്ചതിന്റെ മഷി മറ്റു കോളങ്ങളിൽ പതിയാതിരിക്കുന്നതിനായി പോളിംഗ് ബൂത്തിൽ സഹകരണ ഉദ്യോഗസ്ഥർ ബാലറ്റ് പേപ്പർ ഏത് രീതിയിലാണോ മടക്കി നൽകുന്നത്, വോട്ട് ചെയ്തതിനു ശേഷം അതേ രീതിയിൽ തന്നെ ബാലറ്റ് മടക്കി വോട്ട് പെട്ടിയിൽ നിക്ഷേപിക്കേണ്ടതാണ്. കരുതലോടെ ഓരോ വോട്ടും ചെയ്ത് ഇടത് സഹകരണ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച് മാവേലിക്കര ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് സൊസൈറ്റിയുടെ മുന്നേറ്റത്തിന് കരുത്തുപകരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അഭിവാദ്യങ്ങൾ.